ഇന്ത്യ രൺവീർ സിംഗിനെ കാണുന്നതിന് മുന്നേ ഞങ്ങൾ നീരജ് മാധവനെ കണ്ടു. പോരെ? എൻ്റെ ആദ്യകാലങ്ങളിൽ ആൾക്കാർ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളും ഈ പറയുന്ന വടക്കൻ സെൽഫിയും മറ്റേ ഈ കേൾട്ടൻ പത്തും ആ അടികപ്പേരെ കൂട്ടുണ്ടി. അതെ ഇതല്ല സപ്തമശ്രീ അല്ലെങ്കിൽ ഈവൻ മെക്സിക്കൻ അതൊക്കെ ആ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ പരിപാടി ഉണ്ടായിരുന്നല്ലോ. അപ്പം അത് പിന്നീട് മിസ് ചെയ്തു തുടങ്ങി, അല്ലെങ്കിൽ അത് ചെയ്യാതെ കുറേ ആയിരുന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് എന്നാൽ പിന്നെ ഇത് പിടിക്കാം എന്ന് തീരുമാനിക്കും. എന്റെ ഇതേ എന്താ മൈൻഡ് സെറ്റ് ഉള്ള തന്ത വൈബുള്ള ധ്യാനും ഒക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങള് പാവത്തിനെ അടിച്ച് അമർത്തി ബേസിൽ. പക്ഷെ ഇപ്പം സോ കോൾഡ് എന്താണ് അന്നായിരുന്നില്ല, ഇന്നും ആണ് പുറത്തവൻ എന്തോ പുതിയ വൈബ്, പിള്ളേരുടെ വൈബ് പിടിക്കുന്നതാ പുള്ളിയും. ഒരു മെച്ചോർഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ എപ്പോഴും മദർ സാക്രിഫൈസ് അല്ലെങ്കിൽ ഒരു ആസ് എ വുമൻ എല്ലാത്തിനെയും ഒരു സാക്രിഫൈസ് എന്നാണ് പറയുന്നത്. കേട്ടപ്പോഴും 2-3 സീനേ ചെയ്തിട്ടുള്ളൂ ഓഡിഷൻ ചെയ്യുമ്പോൾ. അത് കേട്ടപ്പോൾ തന്നെ ലൈക്ക് കിട്ടിയാൽ നല്ല രസമാവുമായിരുന്നു, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കില്ല. അങ്ങനെയാണ് ഇത് ചെയ്തത്. കിട്ടിയപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ വാഴ കണ്ടിട്ട് ആക്ച്വലി അദ്ദേഹത്തിന്റെ യൂട്യൂബിൽ പോയി ഞാൻ ഷോർട്സ് കാണാൻ തുടങ്ങി. കാര്യം പഠിക്കണ്ടേ. അപ്പം ചിലതൊന്നും എനിക്ക് പിടി കിട്ടിയില്ല. നമ്മൾ ആദ്യം ഒരു ടെക്സ്റ്റ് ബുക്ക് ഇതിലിപ്പോ എന്താ കോമഡി. പിന്നെ യു ആസ്ക് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ വെബ് സീരീസ് ടീമാണ് ക്യൂ സ്റ്റുഡിയോയിലുള്ളത്. ആനന്ദ് മന്മഥൻ, ആൻ സലീം, ഗൗരി ജി കിഷൻ, നീരജ് മാധവ്, അജു വർഗീസ്. ഫസ്റ്റ് കടമ്പ പാസ്. അജുവേട്ടാ, ഈ ഹോട്ട്സ്റ്റാറിന്റെ ആദ്യത്തെ വെബ് സീരീസ് അജുവേട്ടൻ ലീഡായ കേരള ക്രൈം ഫയൽസിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര ബിഗിനിങ് സ്റ്റേജ് ആണല്ലോ. ഇപ്പോൾ OTT ഹോട്ട്സ്റ്റാർ പോലുള്ള പ്ലാറ്റ്ഫോം ഈ മലയാളം കോണ്ടന്റ് എടുക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുന്നു. മലയാളത്തിൽ നിന്ന് ഭയങ്കര വലിയ നല്ല നല്ല കണ്ടന്റ്സ് വരുന്നു. അതിനുശേഷം ഇത്രയും വർഷം ചേർന്ന് നെക്സ്റ്റ് ഏറ്റവും പുതിയ റിലീസാണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. എന്തായിരിക്കും ഈ വെബ് സീരീസിൽ അജുവേട്ടനെ അട്രാക്ട് ചെയ്തൊരു ഫാക്ടർ എന്തായിരിക്കും? ഇതിൻ്റെ ക്യാരക്ടറാണ്, എൻ്റെ ക്യാരക്ടർ. അത് ഇന്നത്തെ സൊസൈറ്റിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു ബഹുഭൂരിപക്ഷം വ്യക്തികളുടെ ഒരു ഏജ് ഗ്രൂപ്പിൻ്റെ മുകളിലോട്ടുള്ള വ്യക്തികളുടെ ഒരു മൈൻഡ് സെറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യങ്ങളിൽ സർക്കാസത്തോടെ ചിരി ഉണർത്തുന്ന രീതിയിൽ അത് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാനൊരു കാരണം, എൻ്റെ കഥാപാത്രമാണ് അതിന് കാരണമാകുന്നത്. അത് എപ്പോഴും ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിൻ്റെ പരിവർത്തനം അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോൾ അത് വല്ലപ്പോഴും കിട്ടുള്ളൂ അങ്ങനത്തെ റോൾസ്. സോ അത് സീരീസ് കാണുമ്പോൾ മനസ്സിലാവും അത് വിഷ്ണു വിദഗ്ധമായിട്ട് ആ കഥാപാത്രത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ നീരജിലേക്ക് വരുന്നതിന് മുന്നേ അജുവേട്ടനോട് ചോദിക്കുക, നീരജായിട്ടുള്ളൊരു സൗഹൃദം പറഞ്ഞാൽ ഭയങ്കര ഒരു കംഫർട്ട് സ്ട്രക്ചറും കൂടി ഉണ്ടല്ലോ. അപ്പം നമുക്ക് വടക്കൻ സെൽഫി മുതൽ നോക്കുകയാണെങ്കിൽ ഇതിപ്പോ കസിൻസ് ആയിട്ടാണ് നിങ്ങൾ രണ്ടുപേരും, ജ്യേഷ്ഠ സഹോദരൻ. എന്തായിരിക്കും ആ കംഫർട്ട് ഫാക്ടറിൽ ഈ പുതിയ റിലീസിൽ അതിന്റെ ഇവല്യൂഷൻ എങ്ങനെയായിരിക്കും നീരജായിട്ടുള്ള കംഫർട്ട്? പണ്ടും നീരജായിട്ടുള്ള എൻ്റെ ഇക്വേഷൻ ആണ് പടത്തിലും എൻ്റെ ഇക്വേഷൻ എനിക്ക് തോന്നുന്നു. അതായത് നീരജ് അന്നും വളരെ ഫോർവേഡ് തിങ്കിങ്, എനിക്ക് വളരെ എന്താ പറയുക മാറ്റങ്ങൾ താല്പര്യമുള്ള പുതിയ പുതിയ കാഴ്ചകൾ നമ്മളെ കാണിക്കുന്ന വ്യക്തിയാണ്. വിനോദം അത് തന്നെയാണ്. ഞാൻ അതിന് പലപ്പോഴും റിഗ്രസീവായിട്ടുള്ള കാഴ്ചപ്പാടുകൾ കൊണ്ട് തളർത്താൻ നോക്കിയിരുന്ന ഒരാളാണ് അന്ന്. ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും സത്യവും അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയുടെ ഒരു വക്താവ് ഇച്ചിരി നേരത്തെ വക്താവായി പോയത്. അത് കോൺഫ്ലിക്റ്റ് വരും നിങ്ങൾ തമ്മിൽ? അന്നൊക്കെ കോൺഫ്ലിക്റ്റ് അല്ല, അന്നൊക്കെ നമ്മൾ പിന്നെ തളർത്തുന്നത് കളിയാക്കി തകർക്കുമല്ലോ. അന്ന് എൻ്റെ കൂടെ ഈ പറഞ്ഞ എൻ്റെ ഇതേ എന്താ
മൈൻഡ് സെറ്റുള്ള തന്ത വൈബുള്ള ധ്യാനും ഒക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങള് പാവത്തിനെ അടിച്ച് അമർത്തി. ബേസിൽ പക്ഷെ ഇപ്പം സോ കോൾഡ് എന്താണ് അന്നായിരുന്നില്ല, ഇന്നും ആണ് പുറത്തവൻ എന്തോ പുതിയ വൈബ്, പിള്ളേരുടെ വൈബ് പിടിക്കുന്നതാ പുള്ളിയും. ഇച്ചിരിയൊക്കെ ഒരു അമ്മാവൻ വൈബുണ്ട്. അതെ, ചേട്ടൻ എങ്ങനെ ഈ തന്ത വൈബിലുള്ള ആളുകളുടെ കൂടെ ആകെ പ്രോഗ്രസീവായി നിൽക്കുന്ന ഒരു ആഡ് ചെയ്യാം. ഇന്ത്യ രൺവീർ സിംഗിനെ കാണുന്നതിന് മുന്നേ ഞങ്ങൾ നീരജ് മാധവനെ കണ്ടു. കണ്ടിന്യൂ. മൊത്തത്തിൽ തന്തവൈബ് പിന്നെ നമ്മള് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ അപ്പോഴും നമ്മൾ നമ്മുടെ പരിപാടി പിടിച്ചോണ്ടിരിക്കുക. പ്രോഗ്രസീവ് ആണ്. പ്രോഗ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക, ഒരു വെഞ്ചറിങ് ഔട്ട് മെൻറ്റാലിറ്റി ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും കുറച്ച് പരീക്ഷിക്കാനും എക്സ്പെരിമെൻ്റ് ചെയ്യാനും ആരും സഞ്ചരിക്കാത്ത പാതയിലൂടെ സഞ്ചരിക്കാനും ഒക്കെ ഉള്ള ഡെലിബറേറ്റ് അല്ല, അത് അങ്ങനെയായിരുന്നു താല്പര്യം. ഇവരെ തളർത്താറുണ്ടോ അപ്പോൾ ഈ സമയത്ത്? അല്ല, അത് പിന്നെ ഉണ്ടാവാറുണ്ട്. ഞാനതിന് എംബ്രേസ് ചെയ്യാറുണ്ട്. നമ്മുടെ സർക്കിളിലുള്ള തളർത്തലുകൾ ഭയങ്കര ഫണ്ണാണ് ആക്ച്വലി. അത് കുഴപ്പമില്ല. പക്ഷെ അത് മൊത്തത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ഒരു ജനതയ്ക്കേ മനസ്സിലാവാതിരിക്കുമ്പോൾ നമുക്കൊരു ഒരു ഇതുണ്ടാവുമല്ലോ. അത് ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ ഈ അജു വർഗീസ്, ബേസില്, ധ്യാന, പിന്നെ വിനീത്, ഈ 4 പേരിലൊക്കെ ആരായിരിക്കും ഇപ്പൊ നീരജേട്ടൻ പറയുന്ന വിഷൻ കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവുന്ന ആരായിരിക്കും? അങ്ങനെ ആരുമില്ല, അത് വിനീതേട്ടനായിരിക്കും. കുറച്ചും കൂടി ഓപ്പൺ മൈൻഡഡ്നെസ്. അങ്ങനെയല്ല, അന്ന് കൊറിയോഗ്രാഫി ഒക്കെ ഏൽപ്പിച്ചില്ലേ? കാരണം വടക്കൻ സെൽഫി അദ്ദേഹത്തിന്റെ വർക്കുകളിലെ പുള്ളി അത് എത്രത്തോളം കൊണ്ടുവരുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ പുള്ളി സംബഡി ഹു ട്രൈ ടു കീപ് ഹിംസെൽഫ് അപ്ഡേറ്റഡ്. ഈ അപ്ഡേഷൻ എന്ന് പറയുന്നത് സത്യസന്ധമായി പറഞ്ഞ ഒരു വിഷയം ജെൻഡർ ഈക്വാലിറ്റിയിലല്ലേ അല്ലേ? അത് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം അല്ലേ? അല്ല, ജെൻഡർ ഈക്വാലിറ്റി ഒരു വിഭാഗം നമുക്ക് എടുക്കാം. ഇപ്പോഴത്തെ റിഗ്രസീവ് ചിന്തകളിൽ നമ്മൾ വെക്കുന്ന ഒരു കാര്യം അതാണല്ലോ. ആയിരിക്കാം അത് കീപ്പപ്പ് ചെയ്യുന്നതിൽ വളരെ ഫോർവേഡ് ആയിട്ടുള്ള ഒരാളാണല്ലോ പുള്ളി. കാര്യം അന്ന് തട്ടത്തിൻ മറയത്തിലെ ഒരു കാഴ്ചപ്പാടുകളും ലൈൻസും ഒക്കെ ചിലത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഈ സീരീസിലേക്ക് വന്നാൽ, ഇപ്പോൾ ബോളിവുഡിൽ മാത്രം വെബ് സീരീസ് ചെയ്തു വന്നൊരു ആക്ടർ പിന്നെ മലയാളത്തിലേക്ക് വരികയാണ്. ഇതിൽ ഈ പറഞ്ഞ പോലെ ലവ് അണ്ടർ കൺസ്ട്രക്ഷനിൽ ഒരു കിക്ക് ഫാക്ടർ എന്തായിരിക്കും, ഒരു എക്സൈറ്റ്മെന്റ്? ഇതിൻ്റെത് ഞാൻ എല്ലാത്തിലും പറഞ്ഞ കാര്യം തന്നെ. ഞാൻ ഇങ്ങനത്തെ ഒരു ഹോംലി ക്യാരക്ടർ ഹോംലി എന്ന് പറഞ്ഞ ഒരു ലൈക്കബിൾ ക്യാരക്ടർ ചെയ്തിട്ട് കുറച്ച് നാളായി. ഞാൻ എക്സ്പെരിമെൻറ്റിങ്ങിൽ, അതായത് ഈ പറയുന്ന ഇതിലെ എന്ന് പറയുന്നത് ഒരു ടെററിസ്റ്റിൻ്റെ ക്യാരക്ടറാണ്. വളരെ ഒരു മാനിപ്പുലേറ്റർ ആയിട്ട് ടെററിസ്റ്റിൻ്റെ ക്യാരക്ടറാണ്. അയാളുടെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു. അതിനുശേഷം ചെയ്ത പല പരിപാടികളും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പം തമിഴിൽ ചെയ്തത് വെന്ത് തണിന്തത് കാടും ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു. RDX ആണെങ്കിലും ആക്ഷൻ എന്നൊക്കെ പറഞ്ഞ് വേറെ ഒരു സോണായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് ഇങ്ങനെ ഈ ഒരു സോൺ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ എഫേർട്ട് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സോണാണ്. അപ്പം എൻ്റെ ആദ്യകാലങ്ങളിൽ ആൾക്കാർ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളും ഈ പറയുന്ന വടക്കൻ സെൽഫിയും മറ്റേ ഈ സപ്തമശ്രീ അല്ലെങ്കിൽ ഈവൻ മെക്സിക്കൻ അതൊക്കെ ആ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ പരിപാടി ഉണ്ടായിരുന്നല്ലോ. അപ്പം അത് പിന്നീട് മിസ് ചെയ്തു തുടങ്ങി, അല്ലെങ്കിൽ അത് ചെയ്യാതെ കുറേ ആയിരുന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് എന്നാൽ പിന്നെ ഇത് പിടിക്കാം എന്ന് തീരുമാനിക്കുന്നത്. ഡികപ്പേര് ചെയ്തപ്പോഴേ അതിലൊരു റാപ്പ് പോർഷൻ ഉണ്ട് ആ പാട്ടിന്റെ. ഞാനും ധ്യാനും പൊതുവെ ഈ സോങ് മടിയുടെ ഭാഗമായിട്ട് സോങ് എന്തെങ്കിലുമൊക്കെ ചെയ്തങ്ങ് തീർക്ക്. സോങ് അല്ലേ, അത് നമുക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഇല്ലായിരുന്നു. അപ്പൊ അതിലൊരു റാപ്പ് പോർഷൻ ഉണ്ട്. അത് എങ്ങനെ ചെയ്യും, എങ്ങനെ ഒഴിവാക്കും, അതങ്ങ് ഒഴിവാക്കിയാലോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുക.
ഇപ്പം ബ്രേക്ക് ടൈമാണ് 4 മണി 5 മണി. എന്റെ മാവും പൂത്തലല്ലേ? ആ അപ്പം ഞങ്ങളിങ്ങനെ ചായ എന്തോ വടയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുക, ക്യാരവനിൽ ഇരിക്കുക. കുറച്ചു നേരം ഇവനെ കാണുന്നില്ല. കുറച്ച് നേരം അളിയൻ വന്നിട്ട് തീർത്തു. എന്ത് തീർത്തു? ആ റാപ്പ് അങ്ങ് തീർത്തു. അത് ആ റാപ്പിൽ ഒറ്റയ്ക്കാ. കാരണം അവനറിയാം ഞങ്ങൾ ഏതായാലും പിടിക്കൂല, ചിലപ്പോ അത് ഒഴിവാക്കും, ചിലപ്പോ പരിപാടി ചെയ്യാൻ അറിയാം, നൈസായി പോയി ചെയ്തിട്ട്. പക്ഷെ അത് ആർസിയുടെ ഫസ്റ്റ്, അതിനുശേഷമാണ് ഞാൻ ആർസിനെ മീറ്റ് ചെയ്യുന്നത്. പിന്നീട് എന്റെ ലോങ് ടൈം കൊളാബറേറ്റർ ആയിട്ട് മാറി. അദ്ദേഹം റാപ്പറും മ്യൂസിക് ഷാനിക്ക് അന്നേ അതൊക്കെ ജേക്കബിലും പുള്ളിയാണ് എന്റെ ഈ ബല്ലാത്ത ജാതി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആർസിയാണ്. പെട്ടെന്ന് അടിയപ്പെന്ന് പറഞ്ഞപ്പോ ഈ ഗ്യാപ്പിൽ പോയിട്ട് ഇതില് വടക്കൻ സെൽഫിയിൽ ഇവരെ കൊണ്ട് കോറിയോ ചെയ്യിപ്പിച്ചില്ലേ, അതില് കോ ഡാൻസർ എന്നുള്ള ഇതിനെക്കാട്ടിലും കോറിയോഗ്രാഫർ എന്നുള്ള ഒരു റോളും കൂടി ഇല്ല, അതിൽ ഭയങ്കര പാടായിരുന്നു. പ്രത്യേകിച്ച് അജു വർഗീസ്, നിവിൻ പോളി. ശരിക്കും ഞങ്ങളുടെ സഹകരണ മനോഭാവത്തെ കുറിച്ച് വളരെ ഇവരെ അപ്പൊ ഞാൻ കൊറിയോഗ്രാഫി എന്ന് വെച്ചാൽ എനിക്ക് കൊറിയോഗ്രാഫി ആകെ ഞാൻ ഈ കോളേജ് പഠിക്കുമ്പം നമ്മള് പോക്കറ്റ് മണിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയാണ്. അപ്പൊ എനിക്ക് സ്റ്റേജ് ഒരു അവസരം കിട്ടിയാൽ നമ്മൾ എന്ത് പിടിക്കും എന്നുള്ള മൈൻഡാണ് അന്ന്. ഇന്നും അതുണ്ട്, പക്ഷെ ആവശ്യമില്ലാത്ത പള്ളി വേണ്ടെന്ന് വെച്ചിട്ട് അന്ന് എന്ത് ഒരു അവസരം കിട്ടിയാൽ നമ്മൾ ചാടി വീഴുകയാണ്. അപ്പൊ ഇതിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഈ സോങ് പടത്തിനകത്ത് ഇല്ല, അതൊരു പടത്തിലൊരു ഡ്രീം പ്രൊമോ സോങ് പോലത്തെ സാധനം. അപ്പൊ പടത്തിൽ അത് പ്ലേസ് ചെയ്യണോ വേണ്ടോ എന്ന് പോലും ഇവർക്ക് വ്യക്തതയില്ല. അപ്പൊ അതൊരു ഇവരുടെ കണ്ണൂരുള്ള നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു, എൻ്റെ ഷൂട്ട് മൊത്തം കഴിഞ്ഞു. ഇനി ഇവർ ആ ട്രാവൽ തുടങ്ങാൻ പോകുമ്പം രണ്ട് ദിവസത്തെ ഗ്യാപ്പ്, ആ ഗ്യാപ്പിലാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൊറിയോഗ്രാഫറിന് ഡേറ്റ് ഇല്ല. അപ്പം ഞാനിങ്ങനെ കോൺവെർസേഷൻ കേട്ടു, ഇപ്പം നടന്നില്ല ചിലപ്പോൾ ഈ പാട്ട് പിന്നെ ചിലപ്പം ലിറിക് വീഡിയോ ഒക്കെ ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. നമ്മളത് മിസ് അതിൽ നമ്മളും കൂടെ ഉണ്ട് ആ പാട്ടിൽ. അപ്പൊ ഇതിപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് മിസ്സായിട്ടേ എന്നായിരുന്നു. കുറച്ചൊരു എന്തെങ്കിലും ഒരു ഐറ്റം ഇല്ലാതെ ഷൂട്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പൊ കൊറിയോഗ്രാഫറിന്റെ ഡേറ്റ് ഇല്ല, കൊറിയോഗ്രാഫർ പോയിരിക്കും. അപ്പൊ ഞാനും ജോമൻ ചേട്ടനും അടുത്തടുത്ത റൂമിലാണ്. അപ്പം ഞാനിങ്ങനെ വന്നിട്ട് പറഞ്ഞു, എടാ അത് നല്ലൊരു സോങ് ആയിരുന്നു, പക്ഷെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ ഞാൻ ഒരു കൈ നോക്കാം. എന്ത് ചെയ്യും? നീ കൊറിയോഗ്രാഫി ചെയ്യുമോ? ഇത് പക്ഷെ ഒരു ഡയറക്റ്റ് ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് കൈ നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടൊരു അവിടെ ഉണ്ടായിരുന്ന ഒരു ഡയറിയുടെ പേജിൽ കുറച്ച് സ്റ്റോറി ബോർഡൊക്കെ വരച്ച് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ആടാ ഈ ഐഡിയാസ് ഒക്കെ കൊള്ളാലോ, എന്നാൽ പിന്നെ വിനീതിൻ്റെ അടുത്ത് പറയാമെന്ന് പറയുന്നു. വിനീതേട്ടൻ വരുന്നു, പ്രജിത്തേട്ടൻ വരുന്നു, എല്ലാവരും കൂടെ എന്നിട്ട് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഇവൻ പറയുന്ന, ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം. അതൊക്കെ വിനീത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നീരജിനോട് പിന്നെ വളരെ അതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ അതില് ഡാൻസ് എന്ന് പറഞ്ഞത് മോർ ഓഫ് എ ഡയറക്ടോറിയൽ അപ്രോച്ച് ആയിരുന്നു. ഓരോരോ സെറ്റിങ്ങുകളായിരുന്നു. അത് പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങളെ കൊണ്ട് സഹകരിക്കും. അപ്പൊ ഇവരെ ഞാൻ അതുകൊണ്ട് ഡാൻസ് ജസ്റ്റ് ഹുക്ക് ലൈനിൽ ഇപ്പൊ ദിനേശ് മാസ്റ്റർ വരുന്നോ, അല്ലെങ്കിൽ ശാന്തി മാസ്റ്റർ വരുന്നോ, അല്ലെങ്കിൽ ബൃന്ദ മാസ്റ്റർ വരുന്നോ, കലാ മാസ്റ്റർ വരുന്നോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു നീരജ് മാസ്റ്റർ മാർക്ക് വിലയില്ലല്ലോ. ഞാൻ എന്നിട്ട് മറ്റേ ഡാൻസ് സ്റ്റുഡിയോ ഒക്കെ റെന്റിന് എടുത്തിട്ട് ഈച്ചയായിട്ടിരുന്നു വൈകുന്നേരം വരെ. ആരും വന്നില്ല. ഷൂട്ടിന്റെ അന്ന് രാവിലെ വന്നിറങ്ങി മറ്റേ കയറിയിട്ട് അങ്ങനെ സ്പോട്ടിൽ വെച്ചിട്ടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ ഇനി അതിന്റെ ബാക്കി പറയാൻ പറഞ്ഞത് റിപ്പീറ്റാ. എന്നാലും ആദ്യത്തെ ദിവസം ഇദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങൾ അപ്പൊ എനിക്ക് പുള്ളി ബുദ്ധിമുട്ടിച്ചില്ല. എനിക്ക് നമ്മുടെ പരിപാടി അറിയാവുന്നതുകൊണ്ട് ഓരോ കോപ്രായങ്ങൾ കാണിക്കാനൊക്കെ തന്നുള്ളൂ. രണ്ടാം ദിവസം കഴിയുന്നു ഇതുപോലെ തന്നെ. ജോമോനും ഇവനും അല്ലാതെ ആ സെറ്റിൽ ഒരാൾക്കും ഒരു പിടി കിട്ടുന്നില്ല എന്താ സംഭവിക്കണം. കാര്യം ഫുൾ സ്റ്റുഡിയോ, ബാക്കിൽ ബ്ലാക്കാ, കുറച്ച് ലൈറ്റ്സേ ഉള്ളൂ അല്ലെ, എന്താ പറയാ അങ്ങനത്തെ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്സ് ഒക്കെ ഉള്ളൂ. കുറച്ച് എന്തൊക്കെയോ ഇവർ കാണിക്കുന്നു. അപ്പൊ എനിക്ക് ഉറപ്പാ വിനോദേട്ടന്റെ മനസ്സിൽ, പ്രൊഡ്യൂസറിന്റെ മനസ്സിൽ ഇവൻ കാശ് കളയുക എന്ന് മാത്രമേ ഉള്ളൂ. മൂന്നാം ദിവസം അന്ന് പാട്ടിനും ഫൈറ്റിനും ഒക്കെ സ്പോട്ട് എഡിറ്റേഴ്സ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഫുൾ ഫിലിമിനുണ്ട്. അപ്പോൾ സ്പോട്ട് എഡിറ്റിങ്ങിൽ മൂന്നാം ദിവസമാണ് ഇതൊന്ന് ഓർഡർ ചെയ്ത് കാണുന്നത്. ഓർഡർ ചെയ്ത് കാണുമ്പോൾ ഞാൻ കണ്ടപ്പോൾ ഞാനും ആക്ച്വലി ഞെട്ടി. ഡേ നിനക്ക് പണിയാ മറ്റേ ബട്ടർഫ്ലൈയിൽ കോഴി വരുമ്പോൾ നിന് ബുദ്ധിമുട്ടില്ല ആ ഇംപ്രഷൻ ഇങ്ങനെ. ഷേ നന്നായിട്ടുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ വിനോദേട്ടനൊക്കെ എല്ലാവരുടെയും മുഖത്തെ ഭാവമില്ലായിരുന്നു. അന്നാണ് എല്ലാവരും
കൊള്ളാം. ഇപ്പം പറയുന്നതിന് ആരും ഒരു സീരിയസ്നെസ് കൊടുത്തില്ല. ഒന്ന്, ഇദ്ദേഹം വളരെ ചെറുപ്പാണ് അല്ലേ, അന്ന് വളരെ ചെറുപ്പാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഏറ്റവും ചെറുപ്പമുള്ള ഒരാൾ വന്ന് കുറച്ച് അടിപൊളി കാര്യങ്ങളൊക്കെ പറയുമ്പം നിങ്ങളുടെ മാരേജ് അതാണ് ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ കാണിച്ച അത് വിനീതിന്റെ ധൈര്യം. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരം. വിനീത് മറ്റേ സ്റ്റോപ്പ് മോഷൻ ട്രൈ ചെയ്യുക പല പല സ്ഥലത്തും അങ്ങനത്തെ എക്സ്പെരിമെന്റേഷൻ നമ്മൾ പരീക്ഷിക്കായിരുന്നു പുതിയ സാധനങ്ങൾ. അപ്പൊ അങ്ങനെ കുറച്ച് രസമുള്ള സാധനങ്ങൾ കിട്ടി. അതേപോലെ ആർട്ട് പ്രോപ്പർട്ടീസ് ഒക്കെ കുറച്ച് ഈ ജസ്റ്റിൻ ബീബറിന്റെ മ്യൂസിക് വീഡിയോയിലൊക്കെ കണ്ട പോലത്തെ മറ്റേ ഈ ബിയർ ഗ്ലാസസ് ഉണ്ട് റെഡ് കളർ. അന്ന് അത് ഇവിടെ ഒന്നും അവൈലബിൾ അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അപ്പൊ ഇത് ഈ ഗ്ലാസ് ഇവിടെ കിട്ടുമോ, ഞാൻ പറഞ്ഞത് സ്പ്രേ പെയിന്റ് അടിച്ചു അപ്പൊ എന്റെ ഒരു മനോഭാവം ഞാൻ പറഞ്ഞുതരാം. അതായത് ഗ്ലാസ് ഉണ്ട് ഇന്ന ഗ്ലാസ്. ഇപ്പൊ ഇവൻ പറയുന്നത് ചുമന്ന് വേണം, ചുമന്ന് കിട്ടുന്നില്ല, എന്നാ ഇത് കാഞ്ചി. ഇപ്പൊ ഇവൻ പറയുന്ന രീതി അങ്ങനെയല്ല. എന്നാ പിന്നെ അതിൽ സ്പ്രേ പെയിന്റ് ചെയ്താ പോരെ. ഇയാൾക്ക് ജോലി എടുക്കണം എന്നുള്ളതാണ്. ഇയാളെ പോളിഷ് ചെയ്ത് പറഞ്ഞ് എത്തിക്കാവുന്നല്ല, ജോലി നടക്കാൻ എല്ലാരും നിൽക്കുന്നു. അപ്പൊ ഈ വ്യക്തിയുടെ അവസ്ഥ എന്താ? നീ ഇതിലാവേശം ചെയ്യുന്നവനല്ലേ, അയാൾക്കറിയില്ലല്ലോ ഇവനിപ്പോ കൊറിയോഗ്രാഫർ പവർ ഉണ്ടെന്ന് നോക്കിയത്. അങ്ങനെ റാൻഡം ആയിട്ട് പറയാണ്. മറ്റേ ഈ ബാക്കില് നമുക്ക് എന്തെങ്കിലും ഈ പോപ്പ് ചെയ്യുന്ന ഒരു സാധനം വേണം. അപ്പൊ അതിന് പറ്റിയ സാധനങ്ങളൊന്നും അന്നേരം കിട്ടാനില്ല. അപ്പൊ നമ്മള് ഈ പാർട്ടി പോപ്പേഴ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊന്നും അന്നേരം അവൈലബിൾ. അപ്പൊ നമ്മള് ഞാൻ എന്താ വെച്ചാൽ ഈ ടോയ്ലറ്റ് ടിഷ്യൂ ഇല്ലേ, റോള്, അതെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതില് കണ്ട ടോയ്ലറ്റ് ടിഷ്യൂ ആണ് അല്ലേ. അങ്ങനെയൊക്കെ കുറെ പരിപാടിയൊക്കെ ചെയ്ത് മൊത്തത്തിലൊരു ഗിമ്മിക്കായിരുന്നു. പക്ഷെ നമ്മൾ മലയാള സിനിമയിൽ അങ്ങനത്തെ ഒരു വീഡിയോ പാറ്റേൺ കണ്ടിട്ടില്ല നമ്മള്. പിന്നെയും സ്റ്റുഡിയോ ഒരുപാട് മ്യൂസിക് ട്രാക്ക് കണ്ട. അല്ല അതിൽ പക്ഷെ അതിന്റെ വിഷ്വൽസിൽ ജോമോന്റെ ഭയങ്കരമായിട്ടുള്ള ലൈറ്റിംഗ് പരിപാടികളും VS കോൺഫിഡൻസ് തന്നെ പലവട്ടം VS ചെയ്തു. ഇതില് അതായിരുന്നു പുള്ളിയുടെ കോൺഫിഡൻസ് ഉണ്ടോ. സിമിലർ ഒരു പാട്ടല്ലേ, പലവട്ടം പോലത്തെ ഒരു പാട്ടല്ലേ, അതുകൊണ്ട് പുള്ളിക്ക് ഇത് കിട്ടി. പിന്നെ ഔട്ട്ഫിറ്റ്സും നല്ല പ്ലേസിൽ വീണു. സമീറയുടെ ഔട്ട്ഫിറ്റ്സും അടിപൊളിയായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ കുറച്ച് CG ഒക്കെ കയറ്റി. പിന്നെ കൊറിയോഗ്രാഫി ചെയ്യാൻ ആരെങ്കിലും വിളിച്ചിരുന്നോ സിനിമയിൽ? കൊറിയോഗ്രാഫി കാരണം അത് ഇല്ല, ഞാൻ കൊറിയോഗ്രാഫി എനിക്ക് ഓർക്കുന്നില്ല, ഞാൻ പിടിച്ചിട്ടില്ല. ചോദിക്കാറുണ്ടായിരുന്നു, കാരണം അത് ഞാൻ അന്നേരം നമ്മുടെ ഒരു ടീമായിട്ട് മാത്രം. പിന്നെ ഞാൻ നമ്മുടെ കുഞ്ഞിരാമായണത്തിലേക്ക് ഇവര് ആ പാട്ടിലൊക്കെ വന്നിട്ട് ഇവിടെ പിന്നെ ഇത് ഞാൻ ആസ്ഥാന തന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇവിടെ ചെയ്യാൻ പറയുമ്പോ ഇപ്പൊ മറ്റേ പാട്ട് ചെയ്തിരുന്നു നമ്മുടെ സൽസയിൽ നമ്മൾ ഇത് 5 പേരും കൂടി ഇങ്ങനെ ക്രെഡിറ്റ് വേണ്ട, പക്ഷെ നമ്മുടെ ആ സാധനമൊക്കെ വട്ടത്തിൽ ഇരുന്നിട്ട് മറ്റേ. ഗൗരി, ഇപ്പോ മലയാളത്തിലേക്ക് വന്നാൽ ഇപ്പൊ ചെയ്ത 2 സിനിമകളും ഈ റൊമാൻറ്റിക് അങ്ങനത്തെ ഒരു ആംഗിളും കൂടി ഉണ്ട്. വീണ്ടും പേരിൽ തന്നെ ഒരു ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണല്ലോ. ഗൗരി തന്നെയാണല്ലോ ക്യാരക്ടറിന്റെ പേരും. എന്താ ക്യാരക്ടറിന്റെ പരിപാടി ഈ പ്രോജക്റ്റിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? പേരും ഇതില് LUC-യിലെ എന്റെ പേരും ഗൗരി. ഗൗരി ആയോണ്ടാണോ ഗൗരി എന്നുള്ള പേര്? ഞാനത് വിഷ്ണുനോട് ചോദിച്ചു, എന്നെ ആലോചിച്ചിട്ടാണോ എഴുതിയത്? അങ്ങനെയൊന്നുമല്ല, ഒരു ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ക്യാരക്ടർ ആണോ ഗൗരിയാണോ ഞങ്ങൾക്ക് ചില സമയത്ത് സംശയമുണ്ട്. പറഞ്ഞ് ഭയങ്കര ഇടയ്ക്ക് ഭയങ്കര സീരിയസ് ആവും, ലൈഫായിട്ട് പറയുന്ന പോലെ. നമ്മൾ പറയും വാട്ട് ഇഫ്, അതാണ് ഗൗരി. വാട്ട് ഇഫ് ആക്ടർ ആയില്ലെങ്കിൽ എന്താണെന്നുള്ള സാധനം. അപ്പോ അങ്ങനെയല്ല, ബിക്കോസ് എനിക്ക് തോന്നുന്നു വിഷ്ണു കൺസിഡർ ചെയ്ത എൻ്റെ ഏജ് ഗ്രൂപ്പിൽ ഇപ്പോൾ കുറെ കോമ്പറ്റീഷൻ ഉള്ള ഒരു ഇൻഡസ്ട്രി ആണല്ലോ. അപ്പോൾ കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ എന്നെ മീറ്റ് ചെയ്ത് നറേഷനിൽ അല്ലെങ്കിൽ ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ വിഷ്ണുവിന് തോന്നി ഒരു ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ലൈക്ക് മൈ ഹാർട്ട് ഇസ് ഇൻ ദ റൈറ്റ് പ്ലേസ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ ഒരു മെച്ചുവർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു ഇന്ത്യൻ ഹൗസ് ഹോൾഡിലെ മറ്റേ കൺസർവേറ്റീവ് പരിപാടി, ബ്രേക്കിംഗ് ഫ്രം ദാറ്റ് ഷാക്കിൾ. പണ്ട് നീരജ് ആണെന്ന് പറഞ്ഞ പോലെ അല്ലേ, നേരത്തെ പറഞ്ഞില്ലേ അജു അങ്ങനത്തെ സംതിങ് അത്ര വന്നിട്ടില്ല. എന്നാൽ പോലും ഗൗരിയുടെ ക്യാരക്ടർ എനിക്ക് വളരെ റിലേറ്റബിൾ ആണ്. എൻ്റെ ചുറ്റുമുള്ള എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പലവരും അബ്രോഡ് പോയി അവരുടെ കരിയർ പെർസ്യൂ ചെയ്യുന്നു. അവിടെ കണ്ടുമുട്ടുന്ന ഒരു കാമുകനെ പിന്നെ കല്യാണം കഴിക്കുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേജിലെ ഒരു ലവ് സ്റ്റോറി അല്ലെങ്കിൽ ഒരു മെച്ചോർഡ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം
നമ്മൾ എപ്പോഴും മദർ സാക്രിഫൈസ് അല്ലെങ്കിൽ ഒരു ആസ് എ വുമൻ എല്ലാത്തിനെയും ഒരു സാക്രിഫൈസ് എന്നാണ് പറയുന്നത്. ഇതിലും ഗൗരിയുടെ ഒരു ദുബായിലെ വെൽ സെറ്റിൽഡ് ജോബ് അതിനെയൊക്കെ ലെറ്റ് ഗോ ചെയ്യുന്നത് ഓൺലി ഫോർ വിനോദ് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ചുമ്മാ വീട്ടിലിരിക്കാനുള്ള ഒരു പ്ലാൻ അല്ല. ബട്ട് ഷീ ഹാസ് എ വിഷൻ ദറ്റ് ഷീ വാണ്ട്സ് ടു. ഇപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ദുബായ് അല്ലെങ്കിൽ അതിനെന്താ, നമുക്ക് നാട്ടിൽ പോയി വീട്ടിൽ എല്ലാവരോടും പറഞ്ഞിട്ട് നമുക്ക് കാനഡയിൽ ഒരു പുതിയ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു വിഷൻ ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എനിക്ക് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഈ ഒരു ജനറേഷനിൽ വളരെ കോമൺ ആയിട്ടുള്ള ഐ തിങ്ക് ദേഴ്സ് എ ഗൗരി എവ്രിവെയർ ഇൻ ടുഡേസ് ടൈംസ്. അപ്പോൾ ഒരു നാടൻ പരിപാടി അല്ലാതെ ഒരു മോഡേൺ ഗേളിനെ പ്ലേ ചെയ്യാൻ പറ്റി LUC-ൽ. സോ ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. പൊതുവെ ഗൗരി ആസ് എ പേഴ്സൺ ഗൗരിയുടെ സിമിലർ ആയ ക്യാരക്ടർ തന്നെയാണ് ഈ ക്യാരക്ടർ ഗൗരി. എനിക്ക് കുറെ കാര്യങ്ങൾ ഈസി ആയിട്ട് എനിക്ക് കിട്ടി. അത് തന്നെയാണ് വിഷ്ണു പറഞ്ഞത്. റിലേറ്റബിൾ ആണല്ലോ അത്. അപ്പൊ പിന്നെ എന്താന്ന് വെച്ചാൽ പറഞ്ഞു, ഇഫ് യു തിങ്ക് ചില ഗ്യാപ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനി ടൈം യു കെൻ സജഷൻസോ എല്ലാം വെൽക്കം ആയിരുന്നു. ഭയങ്കര കൊളാബറേറ്റീവ് ആയിട്ട് തന്നെ ഈസി ആയിരുന്നു. കംഫർട്ട് സോണിൽ തന്നെ പിടിച്ചു. ആൻഡ് നമ്മൾ മുമ്പ് സംസാരിക്കുന്നത് മറ്റൊരു വെബ് സീരീസിനെ പൊരുളിന്റെ സമയത്തായിരുന്നു, കരിക്കിലെ ടീമുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്. ലവ് അണ്ടർ കൺസ്ട്രക്ഷനിലേക്ക് വരുമ്പോൾ അജിച്ചേട്ടൻ്റെ കൂടെയുള്ള ഒരു ക്യാരക്ടറാണെന്ന് അറിയാം. രണ്ട് കാര്യം, ഒന്ന് ഒബ്വിയസ്ലി ക്യാരക്ടറിനെ പറ്റിയിട്ട്, ക്യാരക്ടർ എന്താണെന്നുള്ള കാര്യം, പിന്നെ അജു വർഗീസ് എന്ന ആക്ടറിനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ പരിപാടി എക്സ്പീരിയൻസ് രണ്ടെങ്ങനെയായിരുന്നു? ലിസി എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേര്. ഞാൻ ആക്ച്വലി ഞാൻ ത്രൂ ഔട്ട് ഇപ്പൊ പൊരുളാണ് എനിക്കത് അപ്പോഴും, അല്ലാതെ ഞാൻ ഒരു ഇങ്ങനെ സീരിയസ് ഇങ്ങനത്തെ മൂവിയിലൊന്നും ഒരു ത്രൂ ഔട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഇതാണ് മൈ ഫസ്റ്റ് അങ്ങനെ ഒരു ക്യാരക്ടർ. ആൻഡ് ക്യാരക്ടർ കേട്ടപ്പോഴൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലെല്ലാവരും കൂടെ അറിയാലോ, ഓഡീഷനൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ഉണ്ടാവും എൻ്റെ കൂടെ. എൻ്റെ സിസ്റ്ററാണ് ഓഡീഷന് ഫുൾ ഡയലോഗ് കൗണ്ടർ തന്നതും. ഞങ്ങൾ മറ്റേ സൺസെറ്റിന്റെ സമയം നോക്കി കറക്റ്റ് അങ്ങനെയെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങളത് ചെയ്യുന്നത്. കേട്ടപ്പോഴും 2-3 സീനേ ചെയ്തിട്ടുള്ളൂ ഓഡിഷൻ ചെയ്യുമ്പോൾ. അത് കേട്ടപ്പോൾ തന്നെ ലൈക്ക് കിട്ടിയാൽ നല്ല രസമാവുമായിരുന്നു, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കില്ല. അങ്ങനെയാണ് ഇത് ചെയ്തത്. കിട്ടിയപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ലിസി എന്ന ക്യാരക്ടർ അങ്ങനെ ഒരു കുറച്ച് നാടൻ ഒരു ഇത്തിരി അങ്ങനെ ലുക്ക് വൈസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെയാണ്. ഞാൻ അതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഭയങ്കര സന്തോഷം അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. അത് ഫുൾ ഓഫ് ചെയ്തോ അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് പറയണം. തീർച്ചയായിട്ടും അതൊക്കെ ഫുൾ ഓഫ്. ഓക്കെ, താങ്ക്സ്. ഇത്രയും സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞേ. അപ്പൊ അന്ന് ഫുൾ ക്യാരക്ടറായിരുന്നു. ആ സമയത്ത് പക്ഷെ ഇപ്പൊ നീരജ് പറഞ്ഞ പോലെ ആ പ്രായത്തിൽ ആ സമയത്ത് ചാടി പിടിക്കുക. ഷൂട്ടിന്റെ സമയത്ത് മൊത്തം പുച്ഛമായിരുന്നു. അതെ അതെ, എന്റെ ടെൻഷൻ വിഷ്ണുവിനെ അറിയൂ, ഡയറക്ടറിന് മാത്രമേ അറിയുള്ളൂ. പിന്നെ പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിച്ചിട്ടേ ഇല്ല. അതാണ് ആക്ടിങ്. ഭയങ്കര ഉള്ളിൽ പേടിയായിരുന്നു നമ്മൾ ഇപ്പോഴാണ് അറിഞ്ഞത്. പേടിച്ചിട്ടാണ്. പിന്നെ വിത്ത് അജു ബ്രോ അടിപൊളിയാണ്, ഫണ്ണായിരുന്നു. ലൈക്ക് എല്ലാവരും എന്താണെന്നറിയോ, ആന്റെ മുഖത്തെ ഭാവം വെച്ചോണ്ട് ആന്റെ മുഖം തരുന്ന നമുക്ക് തരുന്ന ഇംപ്രഷൻ സൂപ്പർ കോൺഫിഡന്റാ. നമുക്ക് എനിക്ക് കോൺഫിഡൻസ് പോയി ആക്ച്വലി ചില സ്ഥലങ്ങളിൽ. മറ്റേത് പിടികൊടുക്കാൻ പേടിച്ചിട്ട് ആരും മൈൻഡ് ചെയ്യാത്തതാ. അതെ, അപ്പം ഫുൾ ക്രൂ ആൻഡ് കാസ്റ്റ് നല്ല രസമായിരുന്നു. കഴിഞ്ഞപ്പോഴും ഭയങ്കര ഒരു മിസ്സിംഗ് ആയിരുന്നു. കട്ട് വിളിച്ചാലും നമുക്ക് ഇങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ക്രൂ എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ. അപ്പം ഇതിൽ പക്ഷെ അത് കിട്ടി, ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ ഒരു ഫുൾ ടൈം. ഇനി ആനന്ദേട്ടൻ അതിന് ആദ്യം കാണുമ്പോ തന്നെ കൺഗ്രാറ്റുലേഷൻസ്, പൊന്മാന്റെ ഭയങ്കര വലിയ സക്സസ്, സിനിമയും ബ്രൂണോ എന്ന ക്യാരക്ടറും. എന്താ ഇപ്പത്തെ മൈൻഡ് സെറ്റ് എന്താ?
മൈൻഡ് സെറ്റ് ഇനി മുതൽ നായകൻ മാത്രമേ അയ്യോ ഇല്ല പിടിച്ചാ കിട്ടില്ല. ഹിന്ദിയിൽ പുതിയ ഇത് ചെയ്യുന്നു എടാ, രാജീവ് കപൂറിന്റെ കൂടെ അല്ല അത് എനിക്കറിയില്ല അതെങ്ങനെയായിട്ടുള്ള ക്യാരക്ടർ നമുക്ക് ഹിന്ദി പ്രൊഡക്ഷൻ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഒക്കെ. അപ്പൊ അതെങ്ങനെ ഒരു സാധനം വന്നപ്പോ ഹിന്ദിയാണോ സംസാരിക്കുന്നത്? അല്ല ഞാൻ മലയാളിയാണ്, ഹിന്ദിയാണ് ഞാൻ പോലും നമുക്ക് അറിഞ്ഞൂടാ ഹിന്ദി. അപ്പൊ ഇതിന് മലയാളം സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഹിന്ദി പടത്തില്. അപ്പൊ അതെങ്ങനെ വരും എന്നുള്ളത് എനിക്ക് കണ്ടറിയണം. അപ്പൊ അവരുടെ പ്രൊഡക്ഷനൊക്കെ കുറച്ച് ഡിഫറെന്റ് ആണ്, വേറൊരു തരത്തിലാണ്. അപ്പൊ നമുക്ക് റിച്ച് പ്രൊഡക്ഷൻ ആയിരിക്കും അല്ലേ? മലയാള സിനിമയാണ് നല്ലത് കേട്ടോ. അപ്പൊ അത് നടക്കുന്നു. പിന്നെ ബ്രൂണോയുടെ കേസാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കഥ വായിച്ചപ്പം തൊട്ട് ആഗ്രഹമുള്ള ഒരു ക്യാരക്ടറാണ് സത്യം പറയാം. നമ്മൾ ആദ്യം ഈ കഥ ഇറങ്ങിയ സമയത്ത് നമ്മൾ ഭയങ്കര ഇന്ദുഗോപൻ ഫാനാണ്. ആന വരെ വായിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോ അന്ന് വായിച്ചപ്പോഴേ നമ്മൾ ഭയങ്കര സിനിമാറ്റിക് ആണല്ലോ. അന്ന് നമ്മൾ കാണുന്നതേ സിനിമയായിട്ടാണ് സിനിമ കാണുന്നത്. ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ ചെയ്യണം, നമുക്ക് ഇതിൽ പറ്റിയ ഏത് ക്യാരക്ടർ ഉണ്ടെന്നൊക്കെ നോക്കി വന്നപ്പോൾ ബ്രൂണോ ആയിരുന്നു കറക്റ്റ്. നമുക്ക് അന്ന് മനസ്സിലുണ്ടായിരുന്ന അയ്യോ സത്യമായിട്ടുണ്ട്. അത് ആഗ്രഹിക്കാമല്ലോ, അതിമോഹം ആവാം, എന്തോ അജേഷ് നായകനല്ലേ, അത് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ പ്രാക്ടിക്കലായിട്ട് എപ്പോഴും ആലോചിക്കുള്ളൂ. അജേഷിന് നമുക്ക് വേണ്ടല്ലോ. മരിയാന നമ്മളെ സൈസിന് പറ്റിയ ക്യാരക്ടറും അല്ല, ആ രൂപം കൊണ്ട് ക്യാരക്ടർ അല്ല. ബ്രൂണോ കിട്ടിയാ കൊള്ളാമായിരുന്നു എന്നുള്ള ചിന്ത നമുക്കെല്ലാം ഉണ്ടായിരുന്നു. ഇത് എത്ര വർഷം മുമ്പ് ബുക്ക് വായിച്ചപ്പോ? കോവിഡിന്റെ ബുക്ക് ഇറങ്ങിയ സമയം, കോവിഡ് കഴിഞ്ഞപ്പോഴാണ് ബുക്ക് ഇറങ്ങി. ആ സമയത്താണെന്ന് തോന്നുന്നു. ആ ക്യാരക്ടർ തന്നെ ചെയ്തു. അതെ, ആ ക്യാരക്ടർ എന്നെ കിട്ടി എന്നുള്ള മാനിഫെസ്റ്റേഷൻ ഒക്കെ എനിക്കറിയില്ല. ചോദിച്ചിട്ടാണോ? അല്ലല്ല, അത് നമ്മൾ ഒരു ദിവസം ഞാനും ആർട്ടിസ്റ്റ് പവിശങ്കർ ഉണ്ടല്ലോ, പവിശങ്കറും കൂടെ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പവി ബേസിലിനെ വിളിച്ചു, സർക്കാസനം. അതെ. അപ്പോ ബേസിലിനെ വിളിച്ചപ്പോൾ ബേസിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അടുത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ബേസിൽ പറഞ്ഞാൽ എടാ ഇങ്ങനെ ഒരു പരിപാടി വരുന്നുണ്ട്, നിന്റെ പ്രൊഫൈൽ ഒന്ന് അയക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പ്രൊഫൈൽ അയച്ചു കൊടുത്തു. അപ്പൊ പുള്ളി ജോയ് ഷേട്ടന് അയച്ചു കൊടുത്തു. അപ്പൊ അവരിങ്ങനെ ബ്രൂണോയ്ക്ക് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ജോയ് ഷേട്ടന്റെ ലിസ്റ്റിലും എന്റെ പേരുണ്ടായിരുന്നു. കാരണം ജയഹേ കണ്ടിട്ട് അതിലൊരു സീൻ കണ്ടിട്ട് പുള്ളി എന്നെ എവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറെ ആക്ടേഴ്സിന്റെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബേസിലും കൂടെ പറഞ്ഞപ്പോഴത്തേക്കും രണ്ടും കൂടെ അങ്ങനെ സംഭവിച്ചതാണ്. അത് എങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പൊ മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. അയ്യോ സത്യം കിട്ടും. ആ സിനിമ അത് എപ്പോഴെങ്കിലും സിനിമ ആവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം നമ്മള് പുള്ളി എഴുതിയിൽ തന്നെ ഏറ്റവും സിനിമാറ്റിക് ആയിട്ട് എഴുതിയിട്ടുള്ളത് 4-5 ചെറുപ്പക്കാരെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ അത് അങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പൊ ബ്രൂണോ വന്നത് എനിക്ക് ഇപ്പോഴും സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ അത് അങ്ങനെ ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റി. അത് കഥ വായിച്ചപ്പോ തൊട്ടുള്ള സാധനം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഫണ്ണല്ല, അത് കുറച്ച് സീരിയസ് എല്ലാം ഉണ്ട്. ഫണ്ണുണ്ട്. അതെ, ബ്രൂണോ കപ്പേരലിന്റെ പേരാ. ബ്രൂണോ സിറ്റ്. അതായത് ചോദിച്ച പേര് ഫണ്ണാണോ? അല്ല, കടപ്പുറത്തെ അവരുടെ എല്ലാവർക്കും ഒരു ഇങ്ങനത്തെ പേര് അവിടെ ഉള്ള ലത്തീൻ കാത്തലിക് ആയിട്ടുള്ള എല്ലാ തങ്കശ്ശേരി അതിന്റെ അടുത്തായിട്ടാണ് ഷൂട്ട് ചെയ്തത്. അവിടുത്തെ പേരുകളൊക്കെ ഈ ലാറ്റിൻ കത്തോലിക് എല്ലാം സ്റ്റെഫി ഗ്രാഫ് എന്നാണ് പേര്, ടെറൻസ് ബ്രൂണോ, മരിയാനോ. അപ്പൊ അവരൊക്കെ അങ്ങനത്തെ പേരുകളാണ് കൊടുത്തേക്കുന്നത്, നല്ല രസമുള്ള പേരുകളാണ്. അപ്പൊ ഇതിൽ സ്റ്റെഫി ഗ്രാഫിന് വേറൊരു ഇതുണ്ട്. പുള്ളിക്കാരന്റെ അച്ഛൻ ഈ പറയുന്ന പോലെ ഭയങ്കര ടെന്നീസ്, പുള്ളിക്കാരിന്റെ കളി നടക്കുമ്പോ കടലിൽ പോകത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് മോക്ക് സ്റ്റെഫി ഗ്രാഫ് എന്ന് പേരിട്ട്. അപ്പൊ അങ്ങനെ നല്ല രസമുള്ള ക്യാരക്ടറായിരുന്നു. പിന്നെ അത് നല്ല ഗ്രാഫുള്ള ക്യാരക്ടറായിരുന്നു. ഭയങ്കര കുറെ ചേഞ്ചസ് തുടങ്ങിയെടുത്തല്ല ബ്രൂണോ അവസാനം നിൽക്കുന്നത്. അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടാനും ഭയങ്കര പാടാണ്, നമ്മൾ തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ. അപ്പൊ അത് ഭയങ്കര വിശ്വസിച്ച് ജയിപ്പിച്ചു. 2 വർഷം മുന്നേ ജയഹേ, അത് കഴിഞ്ഞ വർഷം സ്ഥാനാർത്ഥിയുടെ റൈറ്റർ. തുടക്കക്കാരനോ? അല്ല, ഇപ്പോഴും ഞാൻ എന്നെ എന്താ ബ്രൂണോ എന്ന് പറഞ്ഞപ്പോ നീരജ് ബ്രോ മറ്റേ അടികപ്പേരൻ എന്താ പറഞ്ഞു? ഞാനും പറഞ്ഞ അടികപ്പേരില് എന്റെ പേര് വേറെന്തോ ആയിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞ പെട്ടെന്ന് ഒരു പട്ടിയുടെ പേര് അതായത് അതിനകത്ത് ധ്യാന്റെ പേര് മാത്രമാണ് ബാനു എന്നുള്ളത് സ്ക്രിപ്റ്റിലുള്ളത്. ബാക്കി പേരുകൾ രതീഷോ സതീഷോ ഒക്കെ ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത ഡയറക്ടർ എഴുതിയപ്പോ തന്നെ അങ്ങനെ ഫിക്സ് ചെയ്തില്ല. അപ്പൊ നമുക്കൊന്നും ആ പേരുകൾ ഒരു സുഖമില്ല. അപ്പൊ ഞാൻ എന്റെ ഈ ഒലിപ്പിക്കുന്ന ക്യാരക്ടറായതുകൊണ്ട് ഞാൻ സ്വയം പറഞ്ഞു ഞാൻ റെമോ എന്ന് ഇടുകയാണ്. അപ്പൊ ചോട്ടെ എന്നാ പിന്നെ എനിക്കും പേരിടണം. അങ്ങനെ പുള്ളി ആലോചിച്ചിട്ട് ഇട്ടാണ് രാജാവിന്റെ ഒക്കെ പേരെന്ന് ബ്രൂണോ. പക്ഷെ അത് പട്ടിക്ക് കൂടെ വിളിക്കുന്ന പേര് ഞാൻ സ്വന്തം പടം തുടങ്ങി 10 ദിവസം കഴിഞ്ഞിട്ട് പേര് സ്വന്തം ഇട്ട് ബ്രൂണോ സിറ്റ് എന്നുള്ള ധ്യാൻ കഴിഞ്ഞിട്ട്. അപ്പോഴാണ് ഈ പേര് ഇങ്ങനെ ഒരു ബ്രൂണോ രാജാവ് അല്ല, എനിക്ക് രാജാവിന്റെ പോലത്തെ ഒരു
അങ്ങനത്തെ ഒരു മെജസ്റ്റിക് ആ മെജസ്റ്റിക് അതെ ഇപ്പൊ കേട്ട് മറിയാനോ അതുപോലെ ഒരു സാധനം ഉണ്ടല്ലോ ഞാൻ റെമോ എടുത്ത് അപ്പൊ പുള്ളി അതുപോലെ ഒരു കൂൾ നെയിം ഇട്ടത്. പക്ഷെ ബ്രൂണോ എന്നുള്ള പട്ടികൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇഷ്ടംപോലെ ഉണ്ട്. സ്ഥിരമിടുന്ന പേരുകളല്ലേ, ബ്രൂണോ, ജിമ്മി, ജാക്കി, ബ്രൂണോ, അർജുൻ അർജുൻ. CD മൂസ. ഇതിലേക്ക് വന്നാലോ, ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. ലവ് അണ്ടർ കൺസ്ട്രക്ഷനിൽ വന്നത് സോറി നമ്മൾ അതിനാ വന്നത്. തെന്നി മാറുന്നു. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ നമുക്ക് വിനോദ് ഗംഗയാണ് ആദ്യം എന്നെ ഇങ്ങനെ വിളിച്ചിട്ട്, വിഷ്ണു അസോസിയേറ്റ് വിനോദ് ഗംഗ പുള്ളി വിളിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, കാണുന്നുണ്ട്, ഡയറക്ടറിനെ കാണണമെന്ന് പറഞ്ഞു വിഷ്ണു. അപ്പം നമ്മൾ മീറ്റ് ചെയ്തു. പുള്ളി ആദ്യം മീറ്റ് ചെയ്തപ്പോഴേ പറഞ്ഞ എനിക്ക് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര ഇളകിയൊക്കെ സംസാരിച്ച് നടക്കുന്ന ഒരു ടൈപ്പ്. അപ്പൊ അത് മതി, ആ ക്യാരക്ടർ മതി, ആ കോൺട്രാക്ടർ ജിജി ഇതാണ് വേണ്ടത്, നമുക്ക് താടി എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ താടി എടുത്തു. അപ്പൊ എനിക്കും ഈ ക്യാരക്ടർ നമുക്ക് കേട്ടപ്പോഴും നമുക്കൊരു സാധനം എന്ന് വെച്ചാൽ, ഒരു നമ്മൾ ഈ 90s കുറെ സിനിമകളിൽ ഇങ്ങനെ ക്യാരക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഉടായിപ്പാണോ എന്നാൽ രണ്ടറ്റം മുറ്റിക്കാൻ നടക്കുന്ന കുറെ ക്യാരക്ടേഴ്സ് നമ്മളെ ജഗദീഷ് ചേട്ടനും മുകേഷും ഒക്കെ ചെയ്ത ക്യാരക്ടർ ഉണ്ടല്ലോ. ഒടുവിലാണ് എല്ലാവരും ചെയ്ത അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് ജോൺ ഓഫ് ക്യാരക്ടേഴ്സ് എപ്പോഴെങ്കിലും ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എനിക്കിത് ജിജി എന്നുള്ള ക്യാരക്ടർ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ചെയ്യാൻ പറ്റിയോ എന്നുള്ളതല്ല, ചെയ്യാൻ പറ്റിയെന്നാണ്. അപ്പൊ ഞാൻ മനസ്സിൽ ഇവരെയൊക്കെ പിടിച്ചിട്ടാണ്, ഈ ഒടുവിലാനും ഇവരെയൊക്കെ പിടിച്ചിട്ടാണ് ഞാൻ ഒരു ചെയ്തേക്കുന്നത്. കളക്കൻ റോളാ ജിജിയിലെ കണ്ടുള്ളൂ. ഉണ്ട് ഒരുപാട് ഇനി അങ്ങോട്ടുണ്ട്. ഫസ്റ്റ് എപ്പിസോഡിൽ കുറച്ചറിയ ഉണ്ടാവട്ടെ, അങ്ങനെയാണ്. അതെ, ക്ലൈമാക്സിലൊക്കെ നമ്മൾ ഒരുപാടുണ്ട്. ബൈക്ക് ഓടിക്കും. ഈ പൊതുവെ ഈ വെബ് സീരീസിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ത്രില്ലർ എന്നാണല്ലോ. ഇപ്പോൾ ഒരു പുതിയ വെബ് സീരീസ് ഇറങ്ങിയിട്ട് പറഞ്ഞാൽ തന്നെ ആൾക്കാർ ചോദിക്കുന്നത് ത്രില്ലർ ആണോ എന്നാണല്ലോ ചോദിക്കുന്നത്. ഈ കഥ ഒക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് ഇപ്പൊ വിഷ്ണു ഡയറക്ടർ വന്ന് പറയുന്ന സമയത്ത് ഇത്തരം ഡിസ്കഷൻസ്, കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇതിന്റെ കഥയിൽ ആദ്യമേ കഥയുടെ ജോണർ എന്താണെന്നുള്ളത് വ്യക്തമാണല്ലോ. പിന്നെ അതിനകത്ത് ത്രില്ലർ ആക്കാന്നുള്ള ഒരു ചോദ്യം ഇല്ല. ആക്ച്വലി ത്രില്ലർ ആയിരുന്നെങ്കിൽ എനിക്ക് ഇത് ചെയ്യാനേ താല്പര്യം ഉണ്ടായിരുന്നില്ല. ത്രില്ലർ ചെയ്തുകൊണ്ട് മലയാളത്തിൽ എനിക്ക് കാരണം സിനിമയിൽ ഫോക്കസ് ചെയ്യാൻ തന്നെയുള്ള ഒരു തീരുമാനമല്ല. അങ്ങനെ ഞാൻ മലയാളത്തിൽ സീരീസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചിട്ടേ ഇല്ല. നമ്മൾ കുറച്ച് മുമ്പേ ഇത് ഈ പരിപാടിയൊക്കെ പിടിച്ച് വേറെ സ്പേസിൽ പിടിച്ചുകൊണ്ട് അതിനകത്തൊരു എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ കഥ കേട്ടപ്പം ഇതിന്റെ ഭാഗമാവണം, സീരീസ് ആണ്, പിന്നെ സീരീസ് പിടിക്കാം, അങ്ങനെയാണ് ഈ കഥയുടെ. അപ്പൊ ഇതിനകത്ത് ത്രില്ലർ അങ്ങനെ ഒരു നോഷനെ പറ്റിയും നമ്മൾ ആലോചിച്ചിട്ടില്ല. പിന്നെ ഒരുപാട് ഈ ക്രൈം, ഡ്രാമ, ഗോർ, വയലൻസ് ഒക്കെ ഉള്ള ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊരു സാച്ചുറേഷനും എത്തി. അപ്പം ഇങ്ങനത്തെ ഒരു കാര്യം കുറെ കാലമായി നമ്മളൊക്കെ അതിന്റെ ഒരു ഫ്രഷ്നെസ് ആണ് നമുക്കത് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം. ഞാൻ പറഞ്ഞത് എനിക്ക് അതിലാണ് ഞാൻ കൺവിൻസ്ഡ് ആയത്. ഇതൊരു എൻസെമ്പിൾ കാസ്റ്റ് പരിപാടിയായിരുന്നു. അപ്പൊ ഞാൻ അന്ന് ഓരോരുത്തർക്കും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. നീരജിന് RDX, ഫാമിലി മാൻ, അങ്ങനെയുള്ള ഇതിൽ നിന്നൊരു മാറ്റം പുള്ളിക്ക് വേണമെന്ന്. എനിക്ക് കുറെ നാളായി എല്ലാരും കൊണ്ട് പതുക്കെ ഡയലോഗ് ഉറപ്പിക്കുന്നു, ഭയങ്കര സട്ടിലാണ്, ഒരുപാട് സട്ടിലാണ്, ഭയങ്കര വന്നപ്പോ അങ്ങനെയായിരുന്നു. ഞാൻ ഫീനിക്സിൽ നിന്നാ വന്നേ. അപ്പൊ ആ ഒരു രീതിക്കായിരുന്നു എല്ലാം. വന്നപ്പോ ഫുള്ള് മറ്റേ ഫെസ്റ്റിവൽ പടത്തിന്റെ കൂടെ എന്റെ ഒരു സീൻ നീരജും വിഷ്ണു കൂടെ എന്റെ റീഷൂട്ട് ചെയ്തു. കാര്യം ഭയങ്കര ഇനി ഞാൻ മറ്റേ റൂട്ടിലേക്ക് ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ ഗൗരിക്കാണെങ്കിലും എനിക്കതുണ്ട്, നീരജിന് അതുണ്ട്. ഗൗരിക്ക് ആണെങ്കിൽ ജാനുവിനെ ബ്രേക്ക് ചെയ്യണം. കുറെ കാലം അല്ലല്ല ഈ ജാനുവിനെ ബ്രേക്ക് ചെയ്യണം. ജാനു എന്നുള്ളത് ആനാണെങ്കിൽ ഇതേപോലെ എനിക്ക് ബ്രേക്ക് ചെയ്യാനൊന്നുമില്ല. പുതിയ എക്സ്പ്ലോർ ചെയ്യാൻ ലോങ് റോൾസ്, സെയിം ഫോർ ആനന്ദ്. സോ എല്ലാവർക്കും എക്സൈറ്റ് ചെയ്യുന്ന ഒരു കാരണം ഈ റോൾസിലോട്ട് വരാനുണ്ടായിരുന്നു. അത് ചേട്ടൻ ഈ കോമഡി ചെയ്യുമ്പോൾ കോമഡിയുടെ പല എവല്യൂഷൻ നടന്നിട്ടുണ്ടല്ലോ. പണ്ടത്തെ കോമഡി അല്ല ഇപ്പൊ വരുന്നത്, അതിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ഒരു ഇൻവോൾവ്മെന്റ് വരുന്നു. ഈ കോമഡി ചെയ്യുമ്പോൾ ഇനി എന്ത് പുതിയത് എന്ന സാധനമാണ് ഒരു കഥയെ കേൾക്കുമ്പോൾ തോന്നാറുണ്ട്. ഈ കഥയെ ഡൂർബാസി സാറിന്റെ കാലഘട്ടം നമ്മൾ ഒരുപാട്, ശ്രീലത ചേച്ചി, അടൂർബാസി സാറങ്ങളുള്ള ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരിൽ നിന്ന് ആണ് ജഗദീഷ് ശ്രീകുമാർ സാറിനെ പോലെ ഒരാൾ വരുന്നത്. അവിടെ നിന്ന് പിന്നെ വി ഹാവ് പപ്പു ചേട്ടൻ, അല്ലെങ്കിൽ മാളച്ചേട്ടൻ, ഇന്നസെൻ്റ് ചേട്ടൻ, മുകേഷ് ചേട്ടൻ, ജഗദീഷ് ചേട്ടൻ,
എത്ര പേര്, സലീമേട്ടൻ അല്ലേ, അങ്ങനെ പേരുകൾ മിസ്സായി പോയതാട്ടോ, കുറേ പേരുണ്ട്. സുരാജേട്ടൻ, ഹരീഷേട്ടൻ, സൗബിൻ, ഇവൻ ബേസിലിനേക്കാളും ഞാൻ ബേസിലിനെ കുറച്ചുകൂടി ഞാൻ അങ്ങനെ ഭയങ്കര കോമഡി വേഷങ്ങൾ ഞാൻ കണ്ടിട്ടില്ല ആക്ച്വലി. ജയഹേക്ക് പുള്ളി വളരെ സീരിയസ് ആണ്. അങ്ങനെ ഞാൻ എടുക്കാം. പക്ഷെ അത് ഹീറോയും കൂടെ ആണല്ലോ, അതുകൊണ്ടാണ് ബേസിൽ അങ്ങനെ ഞാൻ കോമഡി വേഷം ചെയ്താൽ പെട്ടെന്ന് പറയാം. ഹോംലി ബേസിൽ 2 സീൻ പക്ഷെ അത് ഹീറോ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ അതിനെ കണ്ടില്ല, കൊമേഡിയൻ ഞാൻ കണ്ടില്ല. ജാനെ ജോയിൻ പോയിന്റ് കറക്റ്റ്. ബേസിൽ ധ്യാന്റെ ചിലത് അങ്ങനെ പല വേർഷൻസ്. ബാസിയുടെ ഉണ്ട്, ബാലുവിന്റെ ഉണ്ട്, നീരജ് അപ്പൊ ഈ ഒരുപാട് വേർഷൻസ് നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ ഞാൻ അർജുൻ അശോകനെയാണ് ഞാൻ സൈക്കോ ബാലചന്ദ്രന് വേണ്ടി അടിച്ചത്. രോമാഞ്ചത്തിൽ അർജുൻ അശോകനെയാണ് ഞാൻ അങ്ങനെ തന്നെ അടിച്ചത്. രൂപം മാറ്റിക്കൊണ്ട് തോന്നിയതാ വേറെ. അപ്പം ഇതിന് എന്നൊരു ഫിക്സ്ഡ് റൂളില്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വെച്ച് അതിനെ അളക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല. കാര്യം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് തെറ്റ് നമ്മൾ ഗ്ലോറിഫൈ ചെയ്ത് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ജാനേമൻ ഈസ് ബെസ്റ്റ് എക്സാമ്പിൾ. ജയഹേ, ഫാലിമി, ഈ 3 സിനിമകൾ മാത്രം മതി ബോഡി ഷെയ്മിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാതെ നല്ല എന്റർടൈനേഴ്സ് നമുക്ക് തരാമെന്ന് തെളിയിച്ച് തിയേറ്ററിൽ ഓടി നല്ല കളക്ഷൻ വന്ന സിനിമകളാണ്. അപ്പോൾ അതിൻ്റെ പാതയോട് ഞാനും യോജിക്കുന്നു. പക്ഷെ ഏതാ ഇന്നത്തെ എന്നുള്ളത് എനിക്കറിയില്ല. ചില ഇൻസ്റ്റാഗ്രാമിൽ ഗ്രീഷ്മയും അർജുൻ, ശ്രീകാന്ത് വെട്ടിയാർ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളവരുടെയൊക്കെ ഹ്യൂമർ, പിന്നെ അതേപോലെ ഞാൻ വാഴ കണ്ടിട്ട് ആക്ച്വലി അദ്ദേഹത്തിന്റെ യൂട്യൂബിൽ പോയി ഞാൻ ഷോർട്സ് കാണാൻ തുടങ്ങി. കാര്യം പഠിക്കണ്ടേ. അപ്പം ചിലതൊന്നും എനിക്ക് പിടികിട്ടിയില്ല. നമ്മൾ ആദ്യം ഒരു ടെക്സ്റ്റ് ബുക്ക് ഇതിലിപ്പോൾ എന്താ കോമഡി, പിന്നെ യു ആസ്ക് ഇതിൽ ആളെ. അപ്പോൾ ആണ് ഇങ്ങനത്തെ ഒരു കൾച്ചറുണ്ട്. ഞാൻ പറയാൻ കാര്യം ഇപ്പം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എനിക്ക് 4 മണിക്ക് ഉഴുന്നുവടയും നാരങ്ങ വെള്ളം മതിയായിരുന്നു. ഇന്നത്തെ ഒരു സ്കൂൾ കുട്ടിയുടെ 4 മണിക്കത്തെ സ്നാക്ക് എനിക്കറിയില്ല. ബേക്കറി പോയിട്ടാണോ അതോ റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണോ നിനക്കറിയാവോ? അന്ന് ഷാർജ ഷേക്കൊക്കെ വന്ന സമയം ഞാനുള്ളപ്പോൾ. ഇന്ന് പുതിയ വല്ലതൊക്കെ ആയിരിക്കാം. അത് ഇമ്പോർട്ടൻ്റാ. അത് വെച്ചായിരിക്കും അവരുടെ ജീവിതം. അത് വെച്ചിട്ടല്ലേ കുമ്പൂച്ച എനിക്ക് ആദ്യം പല കാര്യങ്ങളും അരുൺ ചന്തു എന്നെ പല കാര്യത്തിലും എന്റെ മിക്ക സിനിമയുടെ ഫസ്റ്റ് ലുക്ക് എന്റെ മേക്കപ്പ് വേണ്ടി ഞാൻ ഫോട്ടോ ഡിസ്കസ് കൊടുത്തിട്ട് പുള്ളി എടുത്ത് ചോദിക്കാറുണ്ട്. കാര്യം ഫോട്ടോഗ്രാഫറാണ്, എസ്തെറ്റിക്സ് എന്ന സെൻസുള്ള ആളാണ്. അപ്പം ഇത് നമുക്ക് അപ്ഡേറ്റഡ് ആയി കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇന്നത്തെ ഞാൻ ബിപിൻ ദാസിനോട് വാഴ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചോദിച്ചു എങ്ങനെ ഇത് എഴുതി, എങ്ങനെ ഇവരുടെയൊക്കെ ജീവിതം ഇത്രയും ക്ലോസ് കഴിഞ്ഞു. അപ്പൊ ചുറ്റും പുതിയ പിള്ളേരാ, പുതിയ യങ് പിള്ളേരാണ് ബിപിന്റെ കൂടെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം വടക്കം വീരാതയുടെ ഒരു ഇന്റർവ്യൂ രമേശ് ചേട്ടനായിട്ട് മമ്മൂക്ക് കൊടുത്തതിൽ മമ്മൂക്ക് അതിൽ കൃത്യമായിട്ട് പറഞ്ഞു ലൂസേഴ്സ്, ആബ്സല്യൂട്ട് ലൂസേഴ്സ്. അത് ശ്രമിച്ച് തന്നെ നമ്മൾ അപ്ഡേറ്റഡ് ആവണം, പഠിക്കണം. പക്ഷെ ഇത് പഠിച്ച എത്ര നാൾ എൻ്റെ ടെന്യൂർ ഉണ്ടെന്ന് നമുക്കറിയില്ല. അടുത്തേക്ക് സീസൺ മാറും. സോ ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത് എൻ്റെ ഏറ്റവും ഞാൻ വിശ്വസിക്കുന്ന ബെസ്റ്റ് ഹ്യൂമർ എനിക്ക് എന്നും കണ്ടേക്കുന്ന 85 to 95 മലയാള സിനിമയാണ്. അത് പ്രിയദർശൻ സാറ്, ശ്രീനിവാസൻ സാറ്, സത്യനികാന്ത് സാറ്, സിദ്ദിഖ് ലാൽ സാറ്, ഇവരുടെ സിനിമകളാണ് ഐഡിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം അവിടെ സിറ്റുവേഷനിൽ വരുന്നതാണ് ഹ്യൂമർ. ആത്യന്തികമായി അവർ കീപ്പ് ചെയ്തത് അവിടെ ഒരു പെർഫോമൻസിൽ ട്വീക്ക് ചെയ്തപ്പോൾ ജഗദീഷ് ശ്രീകുമാർ സാറും ഇന്നസെന്റ് ഏട്ടനൊക്കെ തരുന്ന റിയാക്ഷൻസിൽ സലീമേട്ടൻ തരുന്നതൊക്കെ അത് ഒരു ആക്ടറിന്റെ ലൈസൻസും കൂടെയാണ് പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്നത്. ഇച്ചിരി നമുക്ക് ഓവർ ദ ടോപ്പ് പോയാൽ പ്രേക്ഷകർ അവരുടെ ലൈക്കബിളായി ലവബിളായി മാറി അവർക്കൊരു ഫ്രീഡം കിട്ടി തുടങ്ങും. അത് ആദ്യത്തെ ഒരു ചെറുപ്പക്കാരൻ വന്ന് കാണിച്ചാൽ ചിലപ്പം അത്രയും ചിലപ്പോൾ അവർ അംഗീകരിക്കണമെന്നില്ല, സാഹചര്യം സപ്പോർട്ട് ഇല്ലെങ്കിൽ. സോ എൻഡ് ഓഫ് ദ ഡേ ഹ്യൂമർ ബേസ് ചെയ്തേക്കുന്ന എവിടെയാണ്? സിറ്റുവേഷനിലാണ്. സിറ്റുവേഷൻസ് ഞാൻ വെച്ചേക്കുന്ന എൻ്റെ ബെഞ്ച് മാർക്ക് അതാണ്. സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പം ഞാൻ അറ്റംപ്റ്റ് ചെയ്യാറുള്ളൂ. സോ ഗഗനചാരി വാസ് വെരി ടഫ് ഫോർ മീ. ഗഗനചാരിയിൽ അങ്ങനെ എനിക്ക് മനസ്സിലാവുന്ന സാഹചര്യമൊന്നും ഇല്ലായിരുന്നു. ഇവനാണെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അപ്പൊ ഈ വാക്കൊന്നും എനിക്ക് പിടിയിട്ടുന്നില്ല. പിന്നെ ഞാൻ ചന്തു പറയുന്നത് ചെയ്തു. അത് അങ്ങനത്തെ സിനിമകൾ കാണുന്നവർക്ക് അത് കണക്ട് ആവും. ഇപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു കറക്റ്റാ, പഠിച്ചു, വേറെ വഴിയില്ല, കാണാപ്പാടം പഠിച്ചു.
അപ്പം നമ്മൾ ഈ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞത് ഇപ്പം ഗൗരിയിലേക്ക് ഈ ജാനുവിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ടാണ് ഗൗരിയിലേക്ക് വന്നതെന്നുള്ള സാധനം. ഇപ്പം കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സിഗ്നിഫിക്കൻ്റ് ആയ സിനിമ മെയ്യഴകനായിരുന്നു. അതിൻ്റെ ഫിലിം മേക്കർ സി പ്രേംകുമാർ എന്നുള്ളത് പേഴ്സണലി ഗൗരിയുടെയും ലൈഫിൽ ഭയങ്കര സിഗ്നിഫിക്കൻസ് ഉള്ള സംവിധായകമാണ്. 96 സീക്വലിന്റെ എഴുത്ത് പുരോഗമിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തൃശ്ശയെ കട്ടിയാൻ നമ്മൾ മൊത്തത്തിൽ ഞാൻ മതി. ഓ അങ്ങനെ തീരുമാനം നമ്മൾ തീരുമാനിച്ചു. ഇനി കുട്ടിക്ക് കൊടുത്തില്ലെങ്കിലാ അതൊന്നും അല്ല, ഇതൊന്നും പറയുന്നല്ല. സീക്വലിന്റെ കാര്യം കൺഫേം ആയത് തന്നെ എന്റെ ഫ്രണ്ട്സും ഫാമിലിക്ക് എനിക്ക് ഷെയർ ചെയ്തപ്പോ തന്നെ എനിക്ക് തന്നെ ന്യൂസ് ആയിരുന്നു. ബിക്കോസ് 96ന്റെ ഷൂട്ട് കഴിഞ്ഞ സമയത്ത് തന്നെ പ്രേം സർ ബീങ് ദ റൈറ്റർ ഹി ഈസ് ഓൾറെഡി ഒരു ലൈൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഔട്ട്ലൈൻ എനിക്ക് അറിയായിരുന്നു ആ ഒരു ട്രാവൽ, പക്ഷെ അതൊരു വേറൊരു ട്രാക്കിലോട്ടാണ് പോകുന്നത്. പിന്നെ അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ വളർന്നാണ് തൃശ്ശയായത്. അപ്പൊ പിന്നെ എനിക്കിനി അവിടെ റെലവൻസ് ഇല്ല. പിന്നെ ഞാൻ ആലോചിച്ചു അതുകൊണ്ട് പിന്നെ ഇനി സ്കൂളിലെ കാണിക്കാത്ത സീക്വൻസ് അല്ല. പക്ഷെ എനിക്ക് ഇഫ് ഐ എം നോട്ട് റോങ് ഇനിയുള്ള ട്രാക്ക് അതൊന്നും അല്ല. ഇറ്റ്സ് ഇപ്പൊ മെയ്യഴകനില് ഒട്ടും കോൺവെർസേഷണൽ ആയിരുന്നു 96 പോലെ തന്നെ. പക്ഷെ എനിക്കൊന്നും ലവ് അല്ല, അതൊരു നൊസ്റ്റാൾജിയ റൂട്ടിലോട്ടായിരുന്നു. സോ 96 സീക്വൽ വിൽ ബി സംതിങ് എൽസ്. ആക്ഷൻ ത്രില്ലർ. ഗൗരി പറഞ്ഞേ 96ന്റെ സീക്വൽ ഡാർക്ക് ത്രില്ലർ. എന്തോ വിത്തൗട്ട് തൃഷ. തൃഷ ഇല്ലാതെ ഇന്ന് തന്നെ തൃശ്ശ വിളിക്കും. നീ എന്നെ കുറിച്ച് മലയാളം അയ്യോ തൃശ്ശയാണ്, തൃശ്ശയുള്ളൂ എന്നോട് ആദ്യമായിട്ട് 96 കഴിഞ്ഞ് യു ഡിഡ് ബെറ്റർ ദൻ മീ എന്ന് പറഞ്ഞ്. ഐ ഓൾവേസ് വാല്യൂ ഹർ. ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സംസാരിക്കാം. അപ്പൊ പിന്നെ പുള്ളിക്കാരി എന്തിനാ അടുത്തതില് ഗൗരി തന്നെ ചെയ്തോട്ടെ. ഞാൻ തന്നെയാണ്. കിട്ടിയില്ലേ? ചോദിക്കാൻ പ്ലാൻ ഉണ്ടോ ഡയറക്ടറിനോട്? ഡെയിലി ഒന്നരാടം വെച്ച് മെസ്സേജ് ചെയ്യാറുണ്ട്. അല്ലെ മെയ്യഴകനിൽ തന്നെ ഒരു അനിയത്തിയുടെ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, എനിക്ക് ഗിഫ്റ്റ് കല്യാണ മണ്ഡപത്തിൽ കൊലുസ് കൊടുക്കുന്നതൊക്കെ എനിക്ക് ഞാൻ ആഗ്രഹിച്ചു പോയി. ആ ഒരു ക്യാരക്ടർ ആണെങ്കിൽ പോലും പ്രേം സർ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയിട്ട് ചെയ്തേനെ എന്നുള്ളൊരു ഇതപ്പോ എന്നെ അടുത്തതിലും സാറിനോട് ഞാൻ മെസ്സേജ് ഒക്കെ അയക്കുന്നത് മാനിഫെസ്റ്റിംഗ് അനദർ പ്രോജക്ട് വിത്ത് യു. സോ ഐ എം വെരി ഓപ്പൺ ലൈക്ക് ദാറ്റ്. എനിക്ക് വേണമെങ്കിൽ അങ്ങോട്ട് ഞാൻ പോയി ചോദിക്കാറുണ്ട്. ഐ നോ ദാറ്റ് ഇഫ് ദർ ഇസ് എ ക്യാരക്ടർ ഫോർ മീ എന്നെ ഡെഫിനറ്റ്ലി വിളിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഒരുപാട് സന്തോഷം. എല്ലാവിധ ആശംസകളും Thank you. ഈ പ്രോജക്ട് ലവ് അണ്ടർ കൺസ്ട്രക്ഷനും എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു. Thank you.